ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് മട്ടൺ തല വരട്ടിയത്. നാടൻ സ്റ്റൈലില് മട്ടൺ തല വരട്ടിയ ഈ റെസിപ്പി എൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് വെൽക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ നാടൻ സ്റ്റൈലില് മട്ടൺ തല വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇവിടെ ഒരു ആടിന്റെ തലയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് വലിയൊരു തല കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടാതെ ഞാൻ മട്ടൺ വാങ്ങിയതിൽ നിന്ന് കുറച്ച് എല്ല് കഷ്ണങ്ങളും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി 1 കിലോ ആണ് ഈ ഇരിക്കുന്നത്. ഇനി ഈ മട്ടൺ തല വരട്ടാനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 300 ഗ്രാം ചുവന്നുള്ളിയാണ് ഇതിനു വേണ്ടി 1 കിലോയ്ക്ക് വേണ്ടുന്നത്. ഇവിടെ ഇപ്പം കുറച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ അളവെന്ന് പറഞ്ഞാൽ 300 ഗ്രാം ആണ്. 1 കുടം വെളുത്തുള്ളിയാണ് എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്നത്. 3 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാളയും കൂടി മീഡിയം സൈസ് ഉള്ളതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള വേണേ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചുവന്നുള്ളിയുടെ അളവ് കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടാം. അപ്പൊ ഈ കാണുന്ന ചുവന്നുള്ളി അല്ല, ഞാൻ കുറച്ചും കൂടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തം 300 ഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആദ്യം തന്നെ നമുക്കിത് ചോപ്പറിലോട്ടിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിന്റെ കൂട്ടത്തില് പറ്റുന്ന അത്രയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിച്ച് ചോപ്പ് ചെയ്യുക. നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പാകം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലോട്ട് ആ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ മട്ടൺ തല വരട്ടിയതിനകത്തോട്ടുള്ള ഒരു മെയിൻ ടിപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് മട്ടണൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അതിന്റെ നെയ്യ് കഷ്ണങ്ങൾ മാത്രമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ മട്ടന്റെ നെയ്യ് ഒരിക്കലും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരട്ടുന്ന സമയത്ത് ആ നെയ്യ് പീസുകൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയുടെയൊക്കെ പച്ചമണം പോയി വരുന്ന അത്രയും സമയം കൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കേണ്ടി വരും. ആ സമയം കൊണ്ട് ഈ ചേർത്ത് കൊടുക്കുന്ന നെയ്യൊക്കെ ഇതിനകത്തുനിന്ന് ഉരുകി വന്ന് നമുക്ക് എക്സ്ട്രാ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കാം. അപ്പൊ ഇതിൻ്റെതായ നെയ്യിൽ നിന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ മട്ടൺ വരട്ടി വരുമ്പോൾ. അപ്പൊ എത്രത്തോളം നെയ്യ് നിങ്ങൾക്കുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് വേണ്ടവർക്ക് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തും ഇങ്ങനെ വരട്ടിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളുക. നെയ്യ് ചേർത്ത് കൊടുക്കാത്തവര് ആവശ്യത്തിന് വെളിച്ചെണ്ണ വീണ്ടും വേണ്ടി വന്നാൽ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണ. പൊടികൾ ചേർക്കുന്ന സമയത്ത് വേണ്ടി വന്നാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിനകത്ത് ഞാൻ കിട്ടിയ നെയ്യ് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ തീയിലിരുന്ന് ഉരുകി വരുവാണ്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മൺചട്ടിയിലൊക്കെയാണ് ഇത് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിൽ നിങ്ങളെ കാണിക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുത്തതേ ഉള്ളൂ. സാധാരണ ഞാൻ മൺചട്ടിയിൽ ഇട്ടിട്ടൊക്കെയാണ് ഇത് കൂടുതലും ചെയ്യാറുള്ളത്. ഇവിടെ ഇപ്പം ഇത് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക.
മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ പീസുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. ഈ മസാലകൾ എല്ലാം ഈ മട്ടൺ പീസിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇപ്പൊ മസാലയൊക്കെ നല്ലതുപോലെ ഇറച്ചിയിൽ പൊതിഞ്ഞിരിപ്പുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഏകദേശം 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 5 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഊർന്നു വന്നു തുടങ്ങും. ആ സമയത്ത് ഈ മട്ടൺ തല നമുക്ക് കുക്കറിലോട്ട് മാറ്റി കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഏകദേശം കുക്കിംഗ് ടൈം വരുന്നത്. അങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്ത മട്ടന്റെ ആവിയൊക്കെ പോയതിനു ശേഷം ഇത് നമുക്ക് ആദ്യത്തെ ആ പാനിലോട്ട് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. തിരിച്ച് ഈ മട്ടൺ തല പാനിലോട്ടിട്ട് നമുക്ക് ഈ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ കുക്കറിൽ വേവിച്ച ഈ മട്ടൺ തല ഈ നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇടുന്നതിന് പകരം മൺചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോട്ടോ ഇട്ട് വരട്ടിയെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാൻ ഇന്നിത്തിരി തിരക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് മാത്രം ഞാൻ ഇതിലിട്ട് വരട്ടുന്നതാണ്. സാധാരണ ഞാൻ മൺചട്ടിയിലിട്ടേ ഇത് വരട്ടിയെടുക്കാറുള്ളൂ. മൺചട്ടിയിലിട്ട് വരട്ടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മസാല അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. ഇങ്ങനെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് വരട്ടിയെടുത്ത് വരുമ്പോൾ ഇതേപോലെ ഇരിക്കും. കളറൊക്കെ നല്ല ഡാർക്ക് കളറിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് കൂടുതൽ വേണ്ടവര് 1 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില 1 പിടിയും കൂടി പിച്ചി കീറി ഇതിലോട്ടിട്ട് ഇളക്കിയെടുത്താൽ മട്ടൻ തല വരട്ടിയതിന്റെ ടേസ്റ്റ് ഡബിൾ ആകും. ഇതിൽ മല്ലിയില ഒന്നും ചേർത്ത് കൊടുക്കരുത്, കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ നാടൻ ടേസ്റ്റിലുള്ള മട്ടൻ തല വരട്ടിയതിന്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മട്ടൻ തല മാത്രമല്ല ഇങ്ങനെ വരട്ടാവുന്നത്, മട്ടൻ പീസുകളും നമുക്ക് ഇതേപോലെ തന്നെ വരട്ടിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മട്ടൺ ലിവർ ഫ്രൈഡ് റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത മട്ടൺ ബ്രെയിൻ റോസ്റ്റ്, അത് വേറെ ഒരു തരത്തിൽ ചെയ്തിരിക്കുന്ന പ്രിപ്പറേഷനാണ്. അതും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസിനെയൊക്കെ പറ്റി ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓരോ വീഡിയോസും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പലർക്കും അറിവില്ലായ്മ കാരണമായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ കാണണമെന്നും അറിയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.